Hello everyone. Welcome to another video of കോക്കാട്ട് ആയുർവേദ വൈദ്യശാല. മൈസെൽഫ് വൈദ്യ ഫിനോമോൾ ജോസ്. ഞങ്ങളുടെ വൈദ്യശാലയിൽ ചികിത്സിക്കുന്ന പ്രധാന രോഗാവസ്ഥകളെക്കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാം. സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളായ കഠിനമായ വയറുവേദന, അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ആർത്തവം, ക്രമമല്ലാത്തതോ വളരെ കുറഞ്ഞ ഇടവേളകളിൽ മാത്രമോ വരുന്ന ആർത്തവം, അതേപോലെ ഗർഭാശയത്തിലോ അണ്ഡാശയത്തിലോ ഉണ്ടാകുന്ന അർബുദമല്ലാത്ത മുഴകൾ PCOS, അതേപോലെ തന്നെ മെനോപോസ് അതായത് ആർത്തവ വിരാമത്തിനു ശേഷം സ്ത്രീകളിൽ കാണുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, ഹോട്ട് ഫ്ലാഷസ്, നൈറ്റ് സ്വെറ്റ്സ്, വജൈനൽ ഡ്രൈനസ്, മുടികൊഴിച്ചിൽ, ചർമ്മം വരണ്ടു പോവുക, അസ്ഥിക്ഷയം, മൂത്രശങ്ക നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തുടങ്ങിയ കണ്ടീഷൻസിൽ കൃത്യമായ രോഗരോഗി പരീക്ഷകൾക്കു ശേഷം ഞങ്ങൾ വൈദ്യസഹായം നൽകുന്നു. അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള 7 മുതൽ 14 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രസവാനന്തര ശുശ്രൂഷയിൽ കുഞ്ഞിന് എണ്ണതേപ്പും കുളിയും, അമ്മയ്ക്ക് അഭ്യംഗം, വേദുകുളി, ശിരോകർണധൂപനം എന്നിവയ്ക്ക് പുറമെ ആന്റി സ്ട്രെച്ച് മാർക്ക് ട്രീറ്റ്മെന്റും സ്കിൻ ആൻഡ് ഹെയർ കെയർ ട്രീറ്റ്മെന്റും ഞങ്ങൾ ഇവിടെ ചെയ്തു പോരുന്നു. പിന്നെ കൂടുതലായി ഞാൻ കണ്ടുവരുന്ന കേസസ് ഹെയർ ആൻഡ് കോസ്മെറ്റിക് ഇഷ്യൂസിലാണ്. ഹെയർ ലോസ്, ഡാമേജ്ഡ് ഹെയർ, ഡാൻഡ്രഫ്, ആക്നെ സ്കാർസ്, മെലാസ്മ, സൺസ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ തുടങ്ങിയ കണ്ടീഷൻസിലും നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് കൊണ്ട് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. വാതരക്തം, സ്ഥിരാഗ്രന്ഥി, കുഷ്ഠം സംബന്ധമായി ഉണ്ടാകുന്ന ത്വക് വികാരങ്ങൾ, ജോയിന്റ് ഇൻഫ്ലമേഷൻ ആൻഡ് സ്റ്റിഫ്നസ്, വെരിക്കോസ് വെയിൻ, DVT, വീനസ് അൾസേഴ്സ്, വാതവ്യാധിയിൽ ഉൾപ്പെടുന്ന സന്ധിഗതവാദം, ആമവാദം, പക്ഷാഘാതം, അർദ്ദിതം, അതേപോലെ വിഷചികിത്സ, ദഹന സംബന്ധമായ രോഗങ്ങൾ, ഈ അവസ്ഥകൾക്കാണ് പ്രധാനമായും ഞങ്ങൾ ഇവിടെ ചികിത്സിച്ചു പോരുന്നത്. വികാരനാമ കുശലോ ന ജിഹ്രിയാത് കദാചന നഹി സർവവികാരാണാം നാമതോ അസ്തി ധ്രുവാ സ്ഥിതിഹി. രോഗത്തിന്റെ പേരുകൊണ്ടല്ല, പക്ഷേ ദോഷദൂഷ്യ അവസ്ഥകളും രോഗലക്ഷണങ്ങളും പരിശോധിച്ചാണ് ഒരു വൈദ്യൻ ചികിത്സ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങളെ മനസ്സിലാക്കി വ്യക്തിക്ക് അനുയോജ്യമായ ചികിത്സ നൽകുക എന്നതാണ് ആയുർവേദത്തിന്റെ യഥാർത്ഥ ശക്തി. അതുതന്നെയാണ് ഞങ്ങളും ചികിത്സയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. നന്ദി.